ഹായ്, ഗുഡ് മോർണിംഗ്. ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ അടുക്കളയിലേക്ക് കയറി ആദ്യം വെള്ളമൊക്കെ വെച്ച്, പിന്നെ ഇതാ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്ന് അതെല്ലാം എടുത്തു വെക്കുകയാണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റാഗീൻ്റെ ദോശയും പിന്നെ ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചട്നി ഒരു പച്ചക്കളർ ചട്നി ഉണ്ടാക്കിയതാണ്. കുറച്ച് നല്ല എരിവായിപ്പോയി, അതുകൊണ്ട് ആരും കൂട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു ദോശ കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ കറീൻ്റെ ആവശ്യമില്ല, എല്ലാവരും കറിയില്ലാണ്ട് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല നെയ്യൊക്കെ ആക്കി കൊടുത്ത അടിപൊളിയാണ്. റാഗി ദോശ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. മറ്റേ നമ്മൾ ഉഴുന്നിൻ്റെ ദോശ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ഈ ഇത് വെച്ചിട്ടാക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ വാവാച്ചി ഡ്രോയിങ് ക്ലാസ്സിനൊക്കെ പോയി. പിന്നെ ഇതാ ലഞ്ചിൻ്റെ പരിപാടിയാണ്. ലഞ്ചിന് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ചിക്കനെ ഞാൻ എല്ലാം പച്ചമയാണത്, പച്ച കളറ് ചിക്കൻ ഉണ്ടാക്കാത്ത മെയിൻ കാര്യം എന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും കുറേ ഉണ്ട്, അത് തീരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ പച്ച കളറിലാക്കാന്ന്. അപ്പോൾ അതിനും പച്ച കളർ മസാല ഉണ്ടാക്കി. എന്നിട്ട് ബോൺലെസ് ചിക്കനാണ്, അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച്. പിന്നെ ചപ്പാത്തിയാണ്, പിന്നെ വേറെ കറി തലേ ദിവസത്തെ എന്തെല്ലോ കറികളുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു പ്ലം കേക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, എന്നോടൊരു ചേച്ചി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അങ്ങനെ ഇതാ ചിക്കൻ ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനിപ്പോൾ എന്താ പേര് പറയാമെന്നറിയില്ല. അങ്ങനെ ഇതാ ചപ്പാത്തി ഒക്കെ പരത്തി അങ്ങനെ ലഞ്ചും കഴിച്ച്. പിന്നെ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ച് നമ്മളിതാ പുറത്തേക്കൊന്ന് ഇറങ്ങി, കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. മെയിൻലി രാവിലത്തെ മുടി മുറിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഞാനും കൂടി പോയതാണ്. അങ്ങനെ മലയാളി കടയിൽ പോയി അവിടെ നിന്ന് എന്തൊക്കെയല്ലോ സാധനം വാങ്ങി ബില്ലൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ചക്കേനെ കണ്ടത്. അപ്പോൾ പിന്നെ ചക്ക വാങ്ങാണ്ട് വരുന്നത് ശരിയില്ലല്ലോ. അപ്പോൾ ചക്കയൊക്കെ വാങ്ങി. 1 കിലോന് 90 രൂപയാണ്. നമ്മളിതാ ഇറങ്ങി. അപ്പോൾ ഞാൻ ഒറ്റക്കാന്ന് വന്നത്, രാവിലത്തെ നേരം മുടി മുറിക്കാൻ വേണ്ടി പോയി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ചക്ക എന്നെ ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. അങ്ങനെ ചക്കയൊക്കെ കഴിച്ച്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ബൈ.